ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ തൃപ്പൂണിത്തുറ സെൻറ്റ് മേരീസ് ഫൊറോന പള്ളിയിലെ മാതൃവേദിയുടെ ഓണാഘോഷമായിരുന്നു. പിന്നെ കേരള സാരിയൊക്കെ അണിഞ്ഞ് എല്ലാവരും നല്ല സുന്ദരികളായിട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചു. കസേരകളി നമുക്ക് എല്ലാവർക്കും ഏത് പ്രായത്തിലും കളിക്കാവുന്നൊരു കളിയാണല്ലേ. സന്തോഷത്തോടെ അങ്ങനെ കസേരകളി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേരുണ്ടായതുകൊണ്ട് പെട്ടെന്ന് രണ്ട് കസേര വെച്ച് മാറ്റി അങ്ങനെ ആ ബഹളം കേട്ടില്ലേ അമ്മമാർ സന്തോഷം കളിക്കുന്നതിലുള്ള. നമുക്കൊരു ഗെയിം കളിക്കുമ്പോൾ ശരിക്കും നമ്മുടെ കുട്ടിക്കാലത്തേക്ക് തിരിച്ചു പോകുമല്ലേ, കളിയും ചിരിയൊക്കെ ആയിട്ട്. ജോലിക്ക് പോകാത്ത അമ്മമാരെ അപേക്ഷിച്ച് അവർക്ക് ഓണാഘോഷം എന്ന് പറഞ്ഞത് വേറെ പുറത്തൊന്നും പോയി ആഘോഷിക്കാനുള്ള അവസരങ്ങളില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംഘടനയിൽ നിന്നുകൊണ്ടാകുമ്പോൾ അവർക്ക് എൻജോയ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് നമുക്ക് വിമൻസ് വെൽഫെയർ നമുക്ക് നൽകുന്നുണ്ട്. കാരണം എനിക്ക് ചെറിയ കുട്ടികളാണ്, ചെറുതുങ്ങൾ. അപ്പോൾ അവരുടെ ഡെലിവറിക്ക് മുമ്പ് ജോലി ചെയ്തിരുന്നു. അപ്പോഴൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിട്ടുണ്ട് ഓണാഘോഷങ്ങൾ. പക്ഷെ അതിനുശേഷം പുറത്തോട്ട് പോകാനോ നമുക്ക് കുട്ടികളെ ഓരോരുത്തരൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇടുമ്പോൾ നമുക്ക് സങ്കടം വരും. നമുക്കും ഒന്നും ആഘോഷിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇതേപോലെ കളിക്കാനോ അടിച്ചു പൊളിക്കാനൊന്നും പറ്റില്ല, വിഷമം വരുന്നു. അപ്പോഴാണ് ഞാൻ നമ്മുടെ വിമൻസ് വെൽഫെയറിലെ ഒരു മെമ്പറായിട്ട് ചേർന്നത്. അതിൽ പിന്നെ എല്ലാ ഓണത്തിനും എനിക്ക് വിഷമിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എല്ലാ ഓണത്തിനും ഇവരുടെ ഓണാഘോഷത്തിന് ഞാൻ എന്തായാലും പങ്കെടുക്കും. എന്തെങ്കിലും അസൗകര്യങ്ങളൊന്നും ഇല്ലാതെ അതൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് എനിക്കത് കാരണം നമ്മുടെ മനസ്സിനൊരു ഉണർവല്ലേ, ഇങ്ങനെ വീട്ടിൽ തന്നെ അടഞ്ഞിരിക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും മാക്സിമം വരാൻ നോക്കാറുണ്ട്. അപ്പോൾ ഈ വർഷം അങ്ങനെ കുഞ്ഞുങ്ങളെ വീട്ടിലാക്കിയിട്ടത് ഞാൻ ഓണാഘോഷത്തിന് വന്നതാണ്. നല്ല രസമുണ്ടല്ലേ. ഞാൻ ഇതിന് കസേരകളിൽ കയറിയില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ എൽസി ആൻറ്റിയും അലീഷയും കൂടിയുള്ള കടുത്ത മത്സരമാണിത്. അലീഷ സെക്കൻഡും എൽസി ആൻറ്റി ഫസ്റ്റ് നേടിയിരിക്കുന്നു. അടുത്തത് ബോൾ പാസിംഗ് ആണെന്ന് പറഞ്ഞു. അത് പിന്നെ ഞാൻ കയറി. എങ്ങനെയാണ് വരണേന്ന് അറിയില്ലല്ലോ. വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ചേച്ചി ഇരുന്ന് ബെല്ലടിക്കട്ട് ജസ്റ്റ് ഉണ്ട് ഞാൻ ഔട്ടാവാതെ ഇരുന്നത്. പാസ് ചെയ്ത് ചിലവരും മേടിക്കണം കൂടിയില്ല. ചിലവർ അപ്പം തന്നെ മേടിക്കും, അപ്പം തന്നെ തിരിച്ചു കൊടുക്കലാണ്. കൈ പിടിക്കണ്ടേ, മേടിച്ചിട്ടൊന്ന് കൈ പിടിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കാത്തിരിക്കണം, ദൈവം എൻ്റെ ഊഴം എപ്പോഴാണ്, എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴാണ് ബോൾ വീഴണമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളുടെ കൂടെ കയറിയായിരുന്നു ഗെയിമിൽ. അങ്ങനെ ബോൾ പാസിങ് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ വർഷം എല്ലാവരും ഓണ സെലിബ്രേഷനൊക്കെ പങ്കെടുത്തോ? നമ്മളെ ഗെയിം കളിക്കുമ്പോൾ നമുക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിലും വേണ്ട, നമുക്ക് അതിനകത്തൊരു പങ്കെടുക്കാം. പെർഫോം ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതേ അങ്ങനെ 4 പേരടങ്ങുന്ന ലാസ്റ്റ് ടീമിലേക്ക് ബോൾ പാസിങ് എത്തിയിരിക്കുകയാണ്. അവസാനം 3 പേരാണ്. അടുത്ത 2 പേര്. അടുത്ത മിനി ആൻറ്റിയും മോളി ആൻറ്റിയും കൂടിയുള്ള കടുത്ത മത്സരമാണ്. മോളി ആൻറ്റി മേടിക്കണം കൂടിയില്ല. മോളി ആൻറ്റി അപ്പാവ് എറിഞ്ഞിട്ട് കൊടുക്കുവാണ്. ആര് ജയിക്കും? അതെ, നമ്മുടെ മിനി ആൻറ്റി ജയിച്ചിരിക്കുകയാണ്. മോളി ആൻറ്റി പിടിച്ചില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞത്. 2 പേരും കൂടി കെട്ടിപ്പിടിച്ച് അത് ഓക്കെ ആയിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയിലായിട്ടാണ്, എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന് വന്നിട്ട്. അടുത്തത് ബോൾ വീർക്കുന്നുണ്ടോ, ബോളിന് കാറ്റുണ്ട് വരണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുണ്ട് അവിടെ മിനി ചേച്ചി. എന്ത് ഭാഗ്യമുള്ള, എന്തൊരു സന്തോഷമാണ്. കാരണം ഈ അമ്മമാർ വീട്ടിലിരിക്കേണ്ടവർക്കൊക്കെ ഇങ്ങനെ വന്ന് ആഘോഷിക്കാൻ പറ്റുന്നൊരു നല്ല കാര്യമല്ലേ. അടുത്തത് ചെയറൊക്കെ വലിച്ചിടുന്നുണ്ട്. അടുത്ത ഗെയിമിനുള്ള കളിപ്പാടിലാണ്. ഇത് നമ്മുടെ പൂക്കളോട്ടോ, നമ്മുടെ സീനിയേഴ്സായ അമ്മമാർ നേരത്തെ വന്നിട്ട് അവർ പൂക്കളമൊക്കെ അവരാണ് അറേഞ്ച് ചെയ്തത്. ഞങ്ങളൊന്ന് ഇച്ചിരി ലേറ്റായി പോയി. ഇതടുത്ത ബലൂൺ പൊട്ടിക്കൽ എന്നാണ്, നമ്മുടെ പ്രസിഡൻ്റാണിത്. ബലൂൺ പൊട്ടിക്കൽ കോമ്പറ്റീഷനാണെന്ന് പറഞ്ഞു തരുവാണ്. അപ്പോൾ എല്ലാവരോടും ചേരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊരു കയ്യോ നോക്കാമെന്ന് വിചാരിച്ച് ഫോൺ നിമ്മി ചേച്ചിയുടെ അടുത്ത് കൊടുത്തിട്ട് ഞാനും കയറി. പറഞ്ഞിട്ടില്ലെങ്കിലും കയറി നോക്കാമല്ലോ. ഞാൻ ബലൂൺ വലിച്ചു നോക്കണുണ്ട്, നീളോ പൊട്ടോ കാറ്റുണ്ടാന്നൊക്കെ. അപ്പം 6 പേരോട് നിരന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ 6 പേര് നിരന്ന് നിൽക്കുവാണ്. ജാനസ് ചേച്ചി, ഞാൻ, മിനി ആൻറ്റി, എലിസി ആൻറ്റി, അലീന ആൻറ്റി, വാത്സമ്മ ആൻറ്റി. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അതെ, പ്രസിഡൻറ്റിൻ്റെ സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും വീർപ്പിക്കാൻ തുടങ്ങി. ആദ്യം വീർപ്പിച്ച് കെട്ടിയിട്ട് അത് കസേരയിൽ കൊണ്ടുപോയി വെച്ച് ഇരുന്ന് പൊട്ടിക്കുന്നവരാണ് ജയിക്കുന്നത്. ഒരാവേശത്തിന് ഞാൻ കെട്ടി ചെന്നിരുന്നു, പക്ഷെ എവിടെ കെട്ടിയിട്ടുണ്ടായില്ല. ബലൂണിൻ്റെ കാറ്റ് അങ്ങനെ തന്നെ പറഞ്ഞു. ഇത് നമ്മുടെ ജാൻസി ചേച്ചി ഫസ്റ്റ് അടിച്ചിട്ടുണ്ട്, പൊട്ടിച്ച്. മിനി ആൻറ്റി വന്നെങ്കിലും കെട്ടാത്തതുകൊണ്ട് ഇരിക്കാൻ പറ്റില്ല. ഞാൻ വന്നു, ഒന്നിരുന്ന് നോക്കി, എവിടെ പൊട്ടിയില്ല. ഒന്നും കൂടി ഇരുന്ന് പൊട്ടിച്ചു.
ഞാനും ഈ റൗണ്ടിൽ സെക്കൻഡായിട്ടുണ്ട്. ഇതിപ്പോൾ അടുത്ത ടീം അംഗങ്ങളെ സെലക്ട് ചെയ്യുവാണ്. അടുത്ത 6 പേര് നിരന്ന് നിൽക്കുന്നുണ്ട്. ഗ്രേസ് ചേച്ചി, ലിസി ആൻറ്റി, ബീന ചേച്ചി, മിനി ആൻറ്റി, ഫിലോമിന ചേച്ചി, എല്ലാവരും റെഡിയാണ്. ഞാനാണ് അടുത്തതെന്നും പറഞ്ഞിരിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ആക്റ്റീവ് മെമ്പേഴ്സാണ് വുമൻസ് വെൽഫെയറിലെ. അങ്ങനെ ബലൂൺ പൊട്ടിക്കലിൻ്റെ അടുത്ത റൗണ്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ചാണ് കെട്ടിക്കൊണ്ടുവരുന്നത്. ജ്യോതി ചേച്ചി വന്നു ഇരുന്നു, പൊട്ടിയില്ല. ബീന ചേച്ചി വന്നു ഇരുന്നു, മിനി ചേച്ചി വന്നിരുന്നു. മിനി ചേച്ചിയുടെ പൊട്ടി ഫസ്റ്റ് അടിച്ചു. ബീന ചേച്ചി സെക്കൻഡും അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ റൗണ്ടും ഗെയിം പൂർത്തീകരിക്കുവാണ്. അടുത്തത് നമ്മുടെ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. 18 കറി സദ്യയാണ് ഇന്നത്തേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡറൊന്നും ചെയ്തില്ല. ഓരോ അമ്മമാരും ഓരോ വിഭവങ്ങൾ വീട്ടിൽ ഓരോരുത്തരെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓണസദ്യ അതിഗംഭീരമായിരിക്കും, ഉറപ്പാണ്. ഇത്തരം വർഷം കഴിച്ചുകൊണ്ട് 3 വർഷമായി ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ട്. 3 വർഷം അടിപൊളി സദ്യയായിരുന്നു. നമ്മുടെ പൂക്കളം പോലെ തന്നെ കളർഫുള്ളായ കറികളല്ലേ. മഞ്ഞക്കറി, ബ്ലാക്ക് കറി, റെഡ് കറി, എല്ലാ തരം കളറിലുണ്ട്. അച്ചാറുകൾ ഇലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പാലട പായസം, നമ്മുടെ സദ്യകളിൽ കേമൻ എത്തിയിട്ടുണ്ട്. ചോറ്, സാമ്പാർ, തൈര്, പപ്പടം, കുറുക്കറി, കാളൻ, എരിശ്ശേരി, മധുരക്കറി, അവിയൽ, പപ്പടം, അച്ചാറുകൾ, പഴം, പപ്പടം. നമ്മുടെ ഇലയൊക്കെ വിളമ്പി. ഇത് നമ്മുടെ വിശിഷ്ടാതിഥികൾ, നമ്മുടെ അച്ഛന്മാരും നമ്മുടെ വികാരിയച്ഛൻ വന്നിരിക്കുന്നു, വൈസ് ചെയർമാൻ. അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കുവാണ്. ഭക്ഷണത്തിന് മുമ്പ് ദൈവത്തിനോട് നന്ദി പറയാനായിട്ട് വികാരിയച്ഛൻ പ്രാർത്ഥിക്കുവാണ്. നമ്മൾ എന്തിനു മുമ്പും പ്രാർത്ഥന വേണമല്ലേ. കാരണം ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി പറയണ്ടേ. നമുക്കിവിടെ ഇരിക്കാനോ ആ ഭക്ഷണം കഴിക്കാനൊക്കെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് നമുക്ക് നന്ദി പറയാം. സദ്യാവട്ടങ്ങൾ വിളമ്പാൻ ആരംഭിച്ചിരിക്കുകയാണ്. ബീന ചേച്ചിയാണ് നമ്മുടെ വിളമ്പലിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ആദ്യമേ തുടങ്ങിയിരിക്കുന്നത്. ആദ്യം നമുക്ക് ചിപ്സുകൾ വെച്ച് പോകുന്നുണ്ട്. അതിനുശേഷം പുളിയിഞ്ചിയുമായി ഫിലോമിന ചേച്ചി കടന്നു വരുന്നു. പുളിയിഞ്ചി അല്ല കേട്ടോ, മാറിപ്പോയി, അച്ചാറുമായിട്ടാണ് കടന്നു വരുന്നത്. അടുത്തത് അച്ചാറുമായിട്ട് രമണി ആൻറ്റി കടന്നു വരുന്നു. 2 അച്ചാറുണ്ട്, മാങ്ങാച്ചാറും. ലാലു ചേച്ചി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, എല്ലാ പരിപാടിയും ഓളമായിരിക്കും. പുള്ളിക്കാരി അത്രയ്ക്ക് സ്മാർട്ട്, ഭയങ്കര എന്താ പറയുക, പുലിക്കുട്ടിയാണ് പുള്ളിക്കാരി. എല്ലാത്തിനും മുമ്പിലുണ്ടാവും. നമ്മുടെ പപ്പടം ഓരോ കറികളൊക്കെ ആയിട്ട് വിളമ്പി തുടങ്ങി. പപ്പടം, എരിശ്ശേരി, കൂട്ടുകറി, അച്ചിങ്ങ ഉലത്തിയത്, ഓലൻ, പച്ചടി, തോരൻ, ഓരോ കറികളായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഓണസദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും മടുക്കാത്തൊരു കാര്യമാണല്ലേ. ഓണത്തിന് എത്ര പിടിച്ചാലും എനിക്ക് മതിക്കില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ പാലട, അതായത് സദ്യ കഴിക്കാനാണ്. എന്തെങ്കിലും പരിപാടിക്ക് ഇപ്പോൾ നോൺ വെജും വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടെങ്കിൽ ആദ്യം പോയി നമുക്ക് സദ്യ ഉണ്ടെങ്കിൽ സദ്യ ഞാൻ കഴിക്കുള്ളൂ. എനിക്ക് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്, പ്രത്യേക ഇഷ്ടമാണ്. കാരണം നമുക്ക് എപ്പോഴും ഈ കറികൾ കൂട്ടി നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റില്ല. നോൺ വെജ് എപ്പോഴും നമുക്ക് വീട്ടിൽ മേടിച്ച് ചെയ്യാം. അപ്പം അതുകൊണ്ട് ഒരു പ്രത്യേക ഇഷ്ടം കൂടുതലാണ് ഓണസദ്യനോട്. ക്യാബേജ്, നമ്മുടെ കൊച്ചച്ഛൻ എത്ര കറികളുണ്ടെന്ന് എണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട്. നമ്മൾ 18 കറികളുണ്ട് കേട്ടോ. 18 കറികളും 2 പായസവും കൂട്ടിയ വിഭവസമൃദ്ധമായ സദ്യയാണ് ഇന്ന് അമ്മമാർ ഒരുക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രസിഡൻറ്റ് അച്ഛന്മാർക്ക് ചോറ് വിളമ്പിക്കൊണ്ട് വരുന്നുണ്ട്. തൊട്ട് പിറകെ ജാൻസി ചേച്ചി പരിപ്പുമായി കടന്നു വരുന്നു. സാമ്പാർ. അങ്ങനെ നമ്മുടെ വിശിഷ്ടാതിഥികൾക്ക് ആദ്യമേ വിളമ്പി കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൊച്ചച്ഛൻ ഫോട്ടോ എടുക്കുക കേട്ടോ. നമ്മുടെ ഓഫീസ് സ്റ്റാഫ് മാട്ടിച്ചേട്ടനാണ്. നമ്മുടെ വൈസ് ചെയർമാൻ മാത്യൂസ് ചേട്ടൻ, നമ്മുടെ കപ്പ്യാർ. അവിടെ നല്ല ഫുഡാണെന്നൊക്കെ അഭിപ്രായം വരുന്നുണ്ട്. കാരണം നല്ലതാവാതിരിക്കുമോ, കാരണം അമ്മമാരല്ലേ ഉണ്ടാക്കുന്നത്. അതങ്ങനെ ബാക്കി സീറ്റിൽ നമ്മുടെ മുതിർന്ന അമ്മമാരും ഇരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ഓണസദ്യ തകൃതിയായി നടക്കുന്നു. അച്ഛന് മുമ്പിൽ തന്നെ ഇരുന്നിട്ട് അച്ഛന് നാണം വരും. അച്ഛൻ വേണ്ട, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഷൂട്ട് ചെയ്ത് അവിടെയൊക്കെ ആൾക്കാർ കഴിക്കുന്നുണ്ടെന്ന് പറയണേണ്. അങ്ങനെ എല്ലാവരും ഇരുന്ന് തുടങ്ങി. നമ്മുടെ
അംഗങ്ങളും ഇരുന്നത്. അവർക്കൊക്കെ ചോറ് വിളമ്പുവാണ് ലാലി ആൻറ്റി. ഇത് നമ്മുടെ ഏറ്റവും കുഞ്ഞു വാവ എസ്രുകുട്ടിയുണ്ട്. ഞങ്ങൾ റീൽ എടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. കാരണം എന്ത് പരിപാടി കൂടിയാലും ഒരു ഡാൻസോ റീൽ എടുക്കാതെ എന്തൊരു ആഘോഷമല്ലേ. എങ്ങനെ എല്ലാവരും കഴിക്കുന്നു, കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലേ. കേരള ട്രഡീഷണലായ കേരള സാരി സദ്യയൊക്കെ കൊടുത്തുകൊണ്ട് ഫുഡൊക്കെ കഴിക്കുന്നത് കാണാൻ തന്നെ ഒരു ചന്തമുണ്ട്. ഞങ്ങൾ റീൽ എടുക്കുന്നുണ്ട് ഈ കാണണത്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും സപ്പോർട്ടാണ് ഈ ഇങ്ങനെ വീഡിയോയും ഡാൻസൊക്കെ എടുക്കാൻ വേണ്ടി. ബാക്കിയുള്ളവർ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കാനായിട്ട് കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട്. സമ്മാനം മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് കൊടുക്കുവാണ്. ഫസ്റ്റ് കസേര കളിക്ക് ഫസ്റ്റ് അടിച്ച എൽസി ആൻറ്റി, സെക്കൻഡ് അലീഷക്ക് ലഭിച്ചു. അലീഷ കുഞ്ഞായിട്ടാണ് വരുന്നത്. കുഞ്ഞിന് ആദ്യത്തെ സമ്മാനം അങ്ങനെ കിട്ടി. അടുത്തത് ബലൂൺ പൊട്ടിക്കൽ അല്ല, അടുത്തത് ബോൾ പാസിംഗ് ആണ്. നമ്മുടെ മിനി ആൻറ്റിക്ക് സമ്മാനം കിട്ടിയിരിക്കുന്നു ഫസ്റ്റ്. അടുത്തത് സെക്കൻഡ് മോളി ആൻറ്റി. പ്ലാസ്റ്റിക് പാത്രമാണ് നമ്മൾ എല്ലാവരും ഗിഫ്റ്റായിട്ട് കൊടുത്തത്. നെക്സ്റ്റ് ബലൂൺ പൊട്ടിക്കൽ. ഫസ്റ്റ് ബീന ചേച്ചി, സെക്കൻഡ് മിനി ചേച്ചി. നമ്മുടെ പ്രസിഡൻറ്റിനും നമ്മുടെ ഭാരവാഹികൾക്കൊക്കെയാണ് ഇതിന് നന്ദി പറയേണ്ടത്. അവരാണ് ഈ ഗെയിംസൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വികാരിയച്ഛന് എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു പരിപാടി ഒരുമിപ്പിച്ച് അതായത് ചെയ്തുകൊണ്ട് പള്ളിയുടെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാരെ, നമ്മുടെ ഭാരവാഹികളെയും അതായത് പല അമ്മമാരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഇത്ര ഭംഗിയായിട്ട് നടക്കുന്നതിന് എല്ലാവർക്കും നന്ദി പറയുവാണ്. നമ്മുടെ എല്ലാവരും അച്ഛൻ പറയുന്നത് അക്ഷമരായിട്ട് കേട്ടുകൊണ്ടിരിക്കുവാണ്. നമുക്ക് ഓണാശംസകൾ നൽകി അച്ഛൻ പോവാണ്. നമ്മുടെ ലാലി ആൻറ്റി നിർത്തിയില്ല. അതേ പിന്നെ കുട്ടനാടൻ പുഞ്ചേരി പാട്ടുപാടി അച്ഛൻ ഓണാശംസകൾ നേരുന്നുണ്ട്. നമ്മുടെ പരിപാടി ഔദ്യോഗികമായിട്ട് ഏകദേശം അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഫോട്ടോ എടുക്കണ്ടേ? ഫോട്ടോ ഇല്ലാതെ എന്ത് ആഘോഷമല്ലേ. ഗ്രൂപ്പ് ഫോട്ടോയാണ്. നമ്മുടെ പകുതി മെമ്പേഴ്സും ഇല്ല. കുറേ പ്രായമായ അമ്മമാരുണ്ട്. അപ്പോൾ അസൗകര്യങ്ങൾ മൂലം അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. ഇതാണ് മെമ്പേഴ്സ്. ഇതോടെ ഞങ്ങളുടെ പരിപാടി തീർന്നതായി അറിയിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. അവസാനം പൂ വാരി എറിഞ്ഞ് ഞങ്ങൾ നിർത്തി.